അധ്യയന വർഷം തുടങ്ങുമ്പം സർക്കാർ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരികയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ വിഷയം വിവാദമായത്. മാത്രമല്ല നാളെ മുതൽ ഇങ്ങനെയൊരു പരിപാടി നമ്മുടെ സ്കൂളിൽ നടക്കും എന്നുള്ള ഇൻറ്റിമേഷൻ വന്നപ്പം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും കൺസേൺ ഉണ്ടാകും. അത് അവർ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കൺസേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇതൊരു വ്യായാമ മുറ കൂടിയാണ്. അപ്പം അതിന് ഈ വസ്ത്രധാരണത്തെക്കുറിച്ചും അല്ലാതെ ആൺ പെൺ ഇടകലർന്നു എന്നൊക്കെ പറയുന്നതിന് ശരിക്കും അതിന് ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം രീതികളൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രധാരണ രീതി ഇന്നത് മാത്രമേ ധരിക്കാവൂ എന്നുള്ളതോ അല്ലെങ്കിൽ ആണും പെണ്ണും ഇടകലർന്ന് മാത്രമേ ഇത് പ്രവർത്തിക്കാവൂ എന്നൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ മുൻവിധിയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, മുൻവിധിയാണ് ഇതിലെ വിഷയമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഓരോ ആൾക്കാർക്കും ഓരോ രൂപങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അവരുടെ വസ്ത്രധാരണ രീതി വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്ത ചിന്തകളും കാഴ്ചപ്പാടുകളുമുള്ള മനുഷ്യരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നത്. ഒരു പൊതുവിദ്യാലയം എന്ന് പറയുമ്പം അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജ്യൻ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ തോട്ട്, യു ആർ ഫ്രീ ടു കം ആൻഡ് എഡ്യൂക്കേറ്റ്, യു ക്യാൻ ലേൺ എന്നുള്ളതാണ്. ആർക്കും വരെ ഇവിടേക്ക്. അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയമല്ല. അപ്പം അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട വാതിലിൽ ഒരു ആശയം നടപ്പിലാക്കുമ്പം അതെല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയമാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കൺസേൺ എന്നുള്ളത്. അപ്പോൾ ഇവിടെ സൂംബ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതിനോട് യോജിക്കാത്ത ആളുകളുണ്ടാകാം. എൻ്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമ മുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ, അപ്പം അത്തരത്തിലുള്ള വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി സർക്കാർ ചെയ്യേണ്ടതിരുന്നു. പ്രത്യേകിച്ച് എനിക്കിവിടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യം, ഒരു വിഷയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമ്പം ഗവൺമെൻറ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് അഭിപ്രായം തേടണം. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, PTA ഉൾപ്പെടെയുള്ള ആ നാട്ടിലെ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെ മതപരമായിട്ടുള്ളൊരു കൺസേൺ ആണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ വ്യായാമത്തിന് അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നതിനോട് എതിരല്ല. തീർച്ചയായിട്ടും അത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടല്ല നടപ്പിലാക്കേണ്ടത്. അത് നിർബന്ധമായിട്ടും സിലബസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ്റെ, നമ്മളുടെയൊക്കെ ജീവിത രീതിയുടെ ഭാഗമായിട്ടോ നടപ്പിലാക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന ഇടമാണ് വിദ്യാലയങ്ങൾ. അപ്പോൾ അവിടെ അത്തരത്തിൽ നടപ്പിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുകയും യാതൊരു രൂപത്തിലുള്ള അഭിപ്രായങ്ങളും തേടാതെ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കൈൻഡ് ഓഫ് അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. മതം മാത്രമാണ് പ്രശ്നം എന്ന് തോന്നില്ല. ഇത് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് നിങ്ങൾ വേറെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യൂ. ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ആരാ സഹകരിക്കാത്തത്? ഈ കേരളത്തിലുള്ള മുഴുവൻ സംഘടനകൾ, എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, മതസംഘടനകൾ, സാംസ്കാരിക സംഘടനകളൊക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം എല്ലാവരെയും യോജിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള പരിപാടി കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൾക്കാർ വിട്ടു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിന് പകരം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതല്ലേ നല്ലത്. സൂംബ ഡാൻസ് അല്ലാതെ ഇനിയും വ്യായാമ മുറകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതൊക്കെ പരിശീലിക്കാമല്ലോ. ഇനി വേണ്ട, ഇതിപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് സ്ട്രെസ്സ് റിലീവ് ആവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പറയുന്നു. ലഹരിയുടെ പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് സ്ട്രെസ്സാണ് എന്നുള്ള പഠനം, അങ്ങനെ എന്തെങ്കിലും പഠനത്തിൻ്റെ ഭാഗമായിട്ടാണോ സർക്കാർ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കാര്യമൊന്നും ഈ സർക്കുലറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരും മിനിസ്റ്റേഴ്സ് ആരും പറഞ്ഞതായിട്ടും കേട്ടിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനോട് ആളുകൾ അവരുടെ അഭിപ്രായം പറയുമ്പം അതിനാ രൂപത്തിലെടുക്കണം, അല്ലാതെ എതിർപ്പ് എന്നുള്ള രൂപത്തിലല്ല, അവഹേളനം എന്നുള്ള രൂപത്തിലല്ല ആളുകൾ ഇതിനോട് പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.